മുഖ്യമന്ത്രി പദത്തിൽ ഡോക്ടർ ശശി തരൂരിനെ പിന്തുണച്ച് ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ കെ.വി. തോമസ്. ഡോക്ടർ തരൂർ പ്രഗത്ഭനായ ഒരു പാർലമെന്റേറിയനാണ്. മുഖ്യമന്ത്രി പദം ആഗ്രഹിക്കാത്ത ആരാണ് കോൺഗ്രസിലുള്ളതെന്നും കെ.വി. തോമസ് ചോദിച്ചു. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ പ്രിയങ്ക ഗാന്ധി എം പി പ്രധാനമന്ത്രി കത്തയച്ചതിനെ പ്രൊഫസർ കെ.വി. തോമസ് പരിഹസിച്ചു. ലവ് ലെറ്റേഴ്സ് ആർക്കും കൊടുക്കാമെന്നായിരുന്നു കെ.വി. തോമസിന്റെ പരിഹാസം. കെ.വി. തോമസ് 24-നോടൊപ്പം ചേരുകയാണ്. പക്ഷെ ഇപ്പോൾ അറിയാവുന്ന പോലെ ശശി തരൂരിൻ്റെ ലേഖനങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങളും ചർച്ചകളും ഒക്കെയാണ് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു തരൂരുമായിട്ട് അടുപ്പമുള്ള ഒരാൾ കൂടിയാണ്. എങ്ങനെ കാണുന്നു ഇതിനെ? ശശി തരൂരിനോട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അദ്ദേഹത്തിന് ഒത്തിരി ഒറ്റപ്പെട്ട പോലെ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷത്താണ്, പ്രഗത്ഭനായ പാർലമെൻറ്റേറിയനാണ്. പലപ്പോഴും പാർലമെൻറ്റിൽ നടക്കുന്ന ചർച്ചകളിൽ ശശി തരൂരിനെ പോലെയുള്ളവരെ കോൺഗ്രസ് പ്രയോജനപ്പെടുത്തുന്നില്ല. തരൂരിന്റെ ഇത്തരം അഭിപ്രായങ്ങൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുക എന്നൊരു ആഗ്രഹം അതിന് പിന്നിലുണ്ട് എന്നാണ് പറയുന്നത്. ആഗ്രഹിക്കണം, ആരാഗ്രഹിക്കാത്ത കോൺഗ്രസിലെ ഇത് ആഗ്രഹിക്കാത്ത ഒരു ഡസൺ ആളുകൾക്ക് മുഖ്യമന്ത്രി ആകേണ്ട ഇവിടെ. അത് ശശി തരൂരിനെ മാത്രം കുറ്റം പറഞ്ഞ എന്തിനാ? ആഗ്രഹം രാഷ്ട്രീയത്തിൽ എല്ലാ ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാവും, അത് സ്വാഭാവികമല്ലേ? അത് തെറ്റാണോ? ഇവരൊന്നും ഒരു ആഗ്രഹമില്ലാത്ത സന്യാസികളാണോ? ഒരു ആഗ്രഹമില്ലാത്ത സന്യാസിമാരാണോ ഇവർ? അല്ലല്ലോ. അവർ ചെയ്യേണ്ടത് പുതിയ തലമുറയിലെ ആളുകളെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന് നാളെ ജനങ്ങൾക്ക് നല്ല ഒരു ബോധ്യമുണ്ടാക്കി പോകാൻ കഴിയണം. തെരഞ്ഞെടുപ്പ് കൂടി എടുക്കാൻ പോകുന്ന സാഹചര്യത്തിൽ ഇത്തരം വിവാദങ്ങൾ അതൊരു തരത്തിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണം ചെയ്യില്ലല്ലോ. സംഘടനാപരമായി കോൺഗ്രസ് തകർന്നു, അത് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. സംഘടനയില്ല. ആകെ പ്രതീക്ഷ എന്താ? LDFിൻ്റെ ഈ മൂന്നാമത്തെ ടേമിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ ചില റിയാക്ഷൻസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്ന ഒരാളല്ലേ. എത്ര പേരാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് തള്ളി പുറത്താക്കിയിരിക്കുന്നത്? അങ്ങനെയുള്ള ആളുകൾ വേണ്ടേ? ജനപ്രിയരായ ആളുകൾ, ലോകത്തിന് മുമ്പിൽ നിർത്താൻ കഴിയുന്ന ആളുകൾ, കാഴ്ചപ്പാടുള്ള ആളുകൾ, അവരൊന്നും കോൺഗ്രസ് വേണ്ടേ? സൂചിപ്പിച്ചതുപോലെ ഈ മുഖ്യമന്ത്രി പദം തരൂരിന് എന്തുകൊണ്ടും ആഗ്രഹിക്കാൻ അദ്ദേഹം അർഹൻ തന്നെയാണ്. അതിനെന്താ, ഞാൻ പറയാം, ആർക്കും ആഗ്രഹിക്കാം. ശശി തരൂരപ്പെട്ട ഒരാൾ തന്നെയാണ്. എല്ലാവർക്കും ആഗ്രഹിക്കാം, ഒരാൾക്കല്ല, എല്ലാവർക്കും ആഗ്രഹിക്കാം. തീർച്ചയായും അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രി പദം അത് ആർക്ക് വേണമെങ്കിലും ആഗ്രഹിക്കാവുന്നതാണ്. തരൂരും അതിന് അർഹൻ തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് തരൂരിനെ കൂടി ഒപ്പം നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് കോൺഗ്രസ് ശ്രമിക്കേണ്ടതെന്നാണ് കെ.വി. തോമസിന്റെ അഭിപ്രായം. ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ മോഹൻകുമാറിനൊപ്പം വിനീത VG 24.